ഹായ് ഫ്യൂച്ചർ ഡോക്ടേഴ്സ്, കുറെ കാലമായില്ലേ നമ്മൾ തമ്മിൽ ഇങ്ങനെ കണ്ടിട്ട്. അപ്പോൾ ഞാൻ ഈയിടെയായിട്ട് ഏത് വീഡിയോ ഇട്ടാലും അതിന്റെ താഴെ വരുന്ന ഒരു കമന്റ് ആണിത്. മാം, പ്ലീസ് ഡു എ വീഡിയോ ഫോർ പാരന്റ്സ് ഓഫ് ഓൺലൈൻ ആസ്പിരൻസ്. ദേ ഡസന്റ് റിയലൈസ് ഹൗ മച്ച് വി ഹാവ് ടു സ്റ്റഡി, ഹൗസ് കോഴ്സ് ചെയ്യണം, എവിടെയെങ്കിലും പോകണമെങ്കിൽ കൂടെ പോകേണ്ടി വരുന്നു, ഒരു ദിവസം അല്ലേന്ന് പറയും, തിരിച്ചൊന്നും പറയാൻ പറ്റില്ല മാം, ടോക്സിക് ആണ്, പറയാൻ പേടിയാണ്, പ്ലീസ് ഡു എ വീഡിയോ ഫോർ ദെം, ദെൻ ദേ മേ ബി ദേ വിൽ ചേഞ്ച് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ നമ്മുടെ ഏത് ചാനലിൽ വീഡിയോ ഇട്ടാലും അതിൻ്റെ താഴെ ഈ കമൻറ്റ് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ കുറേ നാളായിട്ട് ചെയ്യണം എന്ന് വിചാരിച്ചൊരു കണ്ടന്റുമായിരുന്നു ഇത്. കാരണം എല്ലാ പ്രാവശ്യവും നിങ്ങളുടെ അക്കാഡമിക്സ് പ്രോഗ്രസ് ചെയ്യുന്നതനുസരിച്ചിട്ട് ഞങ്ങൾ പ്ലാനുകളും കാര്യങ്ങളും വന്ന് പറയുന്നതിനൊപ്പം തന്നെ പേരൻസിനും നിങ്ങൾക്കുമൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ വന്ന് പറഞ്ഞു തരാറുണ്ടായിരുന്നു. അപ്പം യെസ്, പേരൻസിൻ്റെ അടുത്ത് ഞാൻ അങ്ങനെ ഇപ്രാവശ്യം സംസാരിച്ചിട്ടില്ല. പക്ഷെ എനിക്ക് ഇന്ന് സംസാരിക്കാനുള്ളത് പേരൻസിനോട് മാത്രമല്ല, നീറ്റിന് പ്രിപ്പയർ ചെയ്യുന്ന മക്കള്, അല്ലെങ്കിൽ ഇത് കേൾക്കുന്ന മറ്റ് കോമ്പറ്റേറ്റീവ് എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്യുന്നവരുടെ സിബ്ലിങ്സ് ഉണ്ടാകും, ക്ലോസ് ഫ്രണ്ട്സ് ഉണ്ടാകും, റിലേറ്റീവ്സ് ഉണ്ടാകും. എല്ലാവരും കേൾക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. പാരൻസിനും ഇത് ഇൻഫോർമേറ്റീവ് ആവുമായിരിക്കും. ഈ കുട്ടി, ഇപ്പം നീറ്റിന് പഠിക്കുന്ന നിങ്ങളുടെ ഈ കുട്ടി നന്നായിട്ട് കഷ്ടപ്പെടുന്നുണ്ട്. ഹി ഓർ ഷീ ഈസ് ഓൾറെഡി ഗോയിങ് ത്രൂ എ ലോട്ട്. അതായത് അവർക്ക് ഞങ്ങളൊരു വെൽ സെറ്റ് സ്റ്റഡി പ്ലാൻ കൊടുത്തിട്ടുണ്ട്, ഒരു അക്കാഡമിക് പ്ലാൻ ഉണ്ട്. അവർക്ക് രാവിലെ 9 മണി മുതൽ വൈകിട്ട് 6 മണി വരെ ക്ലാസ് ഉണ്ട്. അവർ ഒരു ഓഫ്ലൈൻ ക്ലാസ്സിൽ എങ്ങനെ ഇരുന്ന് പഠിക്കുന്നു, ഒരു ഓഫ്ലൈൻ കോച്ചിങ് സെന്ററിൽ പോയി അവരെങ്ങനെ പഠിക്കുന്നു, അതേപോലെ തന്നെയാണ് അവരുടെ ഓൺലൈൻ ക്ലാസ്സസും ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് അവർക്ക് കൃത്യമായിട്ടുള്ള ബ്രേക്കുകൾ, ലഞ്ച് ബ്രേക്ക് അങ്ങനെയുണ്ട്. അപ്പം അവർ വീട്ടിലിരുന്ന് പഠിക്കുന്നു എന്ന് വിചാരിച്ചിട്ട് അത് സീരിയസ് അല്ല എന്ന് നിങ്ങൾ വിചാരിക്കരുത്. കാരണം നമ്മൾ ഓരോ ബാച്ച് ലോഞ്ച് ചെയ്യുമ്പോഴും, ധീരയാവട്ടെ, ഫിനിക്സ് ആവട്ടെ, നമ്മുടെ ഏത് ഓൺലൈൻ ബാച്ച് ലോഞ്ച് ചെയ്താലും ഞങ്ങൾ വളരെ കൃത്യമായി നിങ്ങൾക്ക് വന്ന് പറഞ്ഞു തരുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മുടെ ക്ലാസ് ടൈമിങ്സ്, നമ്മുടെ അക്കാഡമിക് പ്ലാൻ എങ്ങനെയാണ് പോകുന്നത്, സൈലത്തിൻ്റെ ആപ്പ് ഫീച്ചേഴ്സ് എങ്ങനെയാണ് ഓൺലൈനായിട്ട് പഠിക്കുന്ന ഓരോ കുട്ടി യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, നമ്മുടെ ഓൺലൈൻ ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടി രാവിലെ 9:30 ക്ലാസ്സിൽ കയറിയാൽ ആ കുട്ടിക്ക് അന്നത്തെ ഫുൾ സബ്ജക്ട്സ്, ഏതൊക്കെ സബ്ജക്ട്സ് ആണോ വരുന്നത്, 3-4 ക്ലാസ്സുകൾ ഉണ്ടാവും. ആ ക്ലാസ് ഫുൾ കാണണം, ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യണം. കാരണം ലൈവ് ക്ലാസ്സിലാണ് ആക്റ്റീവ് ഡൗട്ട് ക്ലിയറൻസ് ഉള്ളത്. അപ്പോൾ ടീച്ചേഴ്സ് ലൈവായിട്ട് കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കും, അവരുടെ ഡൗട്ട്സ് ക്ലിയർ ചെയ്ത് കൊടുക്കും. അതിനുശേഷം അവർക്ക് അടുത്ത ദിവസത്തേക്കുള്ള പേൾ വീഡിയോസ് ഉണ്ട്, റെക്കോർഡഡ് വീഡിയോസ് ഉണ്ട്. അതായത് അടുത്ത ദിവസത്തെ ക്ലാസ് ഏതാണോ അതിൻ്റെ വീഡിയോ കണ്ടിട്ട് വേണം അവർക്ക് അടുത്ത ദിവസത്തെ ക്ലാസ്സിലേക്ക് കിടക്കാൻ. ഓൾസോ അന്നത്തെ ക്ലാസ്സിൽ കണ്ട കാര്യങ്ങളുടെ ക്വസ്റ്റ്യൻസ് അവർക്ക് ചെയ്ത് നോക്കണം. ഡെയിലി പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അത് ചെയ്യണം. എക്സസൈസ്, സ്റ്റഡി മെറ്റീരിയലുള്ള എക്സസൈസസ് ചെയ്ത് നോക്കണം. കൂടാതെ ഈ പ്രാവശ്യം ഞങ്ങൾ തന്നിരിക്കുന്ന NCERT ക്രാക്കറിലെ ക്വസ്റ്റ്യൻസ് നോക്കണം. അവർ നല്ല ഹൈലി കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരു എക്സാമിന് വേണ്ടിയിട്ടാണ് പ്രിപ്പയർ ചെയ്യുന്നത്, നിങ്ങൾക്ക് അറിയില്ലേ. അപ്പോൾ നിങ്ങൾ അവരുടെ പാരൻസ് ആയാലും, സഹോദരങ്ങളായാലും, ക്ലോസ് ഫ്രണ്ട്സ് ആയാലും, റിലേറ്റീവ്സ് ആയാലും എല്ലാവരും മനസ്സിലാക്കുക, അവർ നന്നായിട്ട് കഷ്ടപ്പെടുന്നുണ്ട്. അവർ ഇത്രയും എഫേർട്ട് ഇടുന്നുണ്ടെങ്കിൽ അവരത് അത്രയും ആഗ്രഹിച്ചിട്ടാണ്. അപ്പോൾ ചില മക്കളൊക്കെ ഇപ്പോൾ വേറെ കോഴ്സൊക്കെ പഠിച്ചുകൊണ്ട് തന്നെ ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരുണ്ടാവും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ജോലിയൊക്കെ ചെയ്തുകൊണ്ട് പഠിക്കുന്നവരുണ്ടാകും. മറ്റ് കോഴ്സുകൾ കിട്ടി, അലൈഡ് മെഡിക്കൽ കോഴ്സുകൾ കിട്ടിയിട്ട് MBBS തന്നെ വേണം എന്നുള്ള അതിനു വേണ്ടി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോഴ്സ് ഓറിയൻറ്റഡ് ആയിട്ട് ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരുണ്ടാവും. അപ്പം നിങ്ങൾ പല സിറ്റുവേഷൻസിലുള്ളവരായിരിക്കും. അപ്പം എന്താണെങ്കിലും പ്ലീസ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ദം. എനിക്ക് പറയാനുള്ളത്, വെൻ സംബഡി ഈസ് ഓൾറെഡി ഗോയിങ് ത്രൂ സംതിങ്, അതിലേക്ക് കൂടുതൽ ആഡ് ചെയ്ത് കൊടുക്കാണ്ടിരിക്കുക. നിങ്ങൾക്ക് അവരെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഓക്കെ, പക്ഷെ അറ്റ്ലീസ്റ്റ് അവരെ വിഷമിപ്പിക്കാണ്ടിരിക്കുക. നിങ്ങളുടെ ജസ്റ്റേഴ്സും നിങ്ങളുടെ വാക്കുകളും നിങ്ങളുടെ പ്രവൃത്തികളും കൊണ്ട് അവർക്കൊരു വിഷമം വരാണ്ടിരിക്കുക. അതാണ് മാക്സിമം നമുക്ക് ചെയ്യാൻ പറ്റുക. അപ്പോൾ എന്താ പറയുക, ഞാൻ പറഞ്ഞതുപോലെ ഇപ്പം ഈ കുട്ടികളൊക്കെ ഈ മെസ്സേജിൽ എപ്പോഴും പറയുന്ന കാര്യം, ഇത് മാത്രമല്ല കേട്ടോ, ഇതൊരു കമൻ്റ് ആയിട്ട് വന്നതാണ്. പക്ഷേ എൻ്റെ ഇൻബോക്സുകളിൽ ഇഷ്ടം പോലെ മക്കളുടെ മെസ്സേജസ് വരുന്നുണ്ട്, ആരും സപ്പോർട്ട് ചെയ്യുന്നില്ല, മനസ്സിലാക്കുന്നില്ല, ഞങ്ങളുടെ കഷ്ടപ്പാട് മനസ്സിലാക്കുന്നില്ല എന്നൊക്കെ. അപ്പം റിലേറ്റീവ്സ് ആയാലും പാരൻസ് ആയാലും ഒക്കെ ഇങ്ങനെ നീറ്റിനൊക്കെ വേണ്ടി പഠിക്കുന്ന മക്കളുണ്ടെങ്കിൽ അവർ ഈ വീട്ടിലെ ജോലികളും കാര്യങ്ങളും ഒക്കെ കുറച്ച് നാളത്തെ കാര്യമല്ലേ ഉള്ളൂ. എത്ര മാസം ഉണ്ട് ഇനി നീറ്റ് എക്സാമിന്? മെയിലല്ലേ എക്സാം. അത്രയും ദിവസത്തെ വീട്ടുജോലികളും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്തുകൂടെ? അല്ലെങ്കിൽ എന്തെങ്കിലും ഫാമിലി ഫംഗ്ഷൻ ഉണ്ടാകും, കല്യാണം ഉണ്ടാകും, അല്ലെങ്കിൽ എന്തെങ്കിലും യാത്രകളൊക്കെ ഉണ്ടെങ്കിൽ അവരെ ഇൻക്ലൂഡ് ചെയ്യാതെ അവരെ അവരുടെ റുട്ടീൻ ഫോളോ ചെയ്യാൻ വിട്ടുകൂടെ? കാരണം കുറച്ച് മാസത്തെ കാര്യമല്ലേ ഉള്ളൂ. അപ്പോൾ അവർക്ക് നമ്മൾ അവരെ എല്ലാത്തിനും വിളിച്ചുകൊണ്ട് പോകുന്നു, അതിന് വിടുന്നു, ഇതിന് വിടുന്നു. കുറേ ബോയ്സൊക്കെ എനിക്ക് മെസ്സേജ് അയക്കായിരുന്നു, മാം ഞാൻ ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുകയായിരിക്കും, അപ്പോൾ എന്നോട് പറയും അത് വാങ്ങിയിട്ട് വാ, ഇത് വാങ്ങിയിട്ട് വാ, അല്ലെ അത് ഓർഡർ ചെയ്യുക, ഇത് ഓർഡർ ചെയ്യുക. അങ്ങനെ എനിക്ക് എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടാണ്, എനിക്ക് കണ്ടിന്യൂസ് ആയിട്ടിരുന്ന് ക്ലാസ് കാണാൻ പറ്റുന്നില്ല, അങ്ങനെ പറയുന്ന മക്കളുണ്ട്. ഗേൾസും ഇങ്ങനെ പറയാറുണ്ട്. പിന്നെ വീട്ടിലെ ജോലികൾ ചെയ്യാൻ പറയുന്നു. പിന്നെ പ്രെയറിൻ്റെ കാര്യം ഓക്കെയാണ്. പ്രെയർ ടൈം നിങ്ങൾ ബ്രേക്ക് എടുത്ത് പ്രെയർ ഒക്കെ ചെയ്യണം, അത് ഞാൻ വളരെയധികം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ
ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഹൗസ് കോഴ്സ് ഒക്കെ കുറച്ചൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തുകൂടെ? അപ്പം അതിനങ്ങനെ കടുംപിടുത്തം പിടിക്കുന്നത് ഇനി വേണോ? പാരൻസ്, നിങ്ങൾ മക്കളെ വളരെ ഡിസിപ്ലിൻ ആയിട്ടും വളരെ ഇതായിട്ടും വളർത്താനായിരിക്കും ഉദ്ദേശിക്കുന്നത്, നല്ല കാര്യമാണ്. പക്ഷെ ഈ ഒരു കുറച്ച് മാസത്തേക്ക് കുറച്ച് ആ സ്ട്രിക്റ്റ് റൂൾസ് ഒന്ന് താഴേക്ക് വന്നിട്ടുണ്ടെങ്കിൽ, ഒന്നൊരു അയവ് വരുത്തിയിട്ടുണ്ടെങ്കിൽ അവർക്ക് വളരെ അത് ആശ്വാസകരമായിരിക്കും, ഹെൽപ്ഫുൾ ആയിരിക്കും. കാരണം ഞാൻ പറഞ്ഞതുപോലെ ഇതെല്ലാം ചെയ്തിട്ട് ഈ ലൈവ് മുഴുവൻ കാണണം, പിന്നെ എന്താണ് എക്സസൈസ് ചെയ്ത് നോക്കണം, ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കണം, ഇനി അവർക്ക് വരുന്ന മോക്ക് എക്സാമുകൾ ഉണ്ടാകും അതിന് പ്രിപ്പയർ ചെയ്യണം, പിന്നെ പേൾ വീഡിയോസ് കാണണം. ഇതെല്ലാം കൂടാതെ അന്ന് പഠിച്ച ക്ലാസ്സിലെ കാര്യങ്ങൾ അവർക്ക് ഒരു പ്രാവശ്യമെങ്കിലും റിവൈസ് ചെയ്യണ്ടേ? അതിന് അവർക്കൊരു സെൽഫ് സ്റ്റഡിക്കുള്ള ഒരു ടൈം വേണം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവർക്ക് ഉള്ള ഈ ക്ലാസ് ടൈം കഴിഞ്ഞുള്ള ടൈം വളരെ കൃത്യമായിട്ട് ഞാൻ തന്നെ പല വീഡിയോസിലായിട്ട് സ്ലോട്ടായിട്ടൊക്കെ ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. രാവിലെ, വൈകിട്ട്, രാത്രി 2 സ്റ്റഡി സ്ലോട്ട്, രാവിലെ 2 സ്റ്റഡി സ്ലോട്ട് എന്നൊക്കെ പറഞ്ഞ് സെൽഫ് സ്റ്റഡി ചെയ്യണം. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. വെറുതെ ഇവരിരുന്ന് കുറേ ക്ലാസ് കണ്ടു. അപ്പം കുറച്ച് കുട്ടികളൊക്കെ പറഞ്ഞാണ് പേരൻസ് പറയാം, ആ ഓൺലൈൻ ക്ലാസ് അല്ലേ, അത് പിന്നെ കാണാം, പോയി വന്നിട്ട് കാണാം, നീ പോയി വന്നിട്ടുള്ള സമയത്ത് ഇരുന്ന് കണ്ടു തീർത്താൽ മതി. അങ്ങനെ തീരില്ല. അതാണ് ഇങ്ങനെ പെൻഡിങ് ആയി ബാക്ക്ലോഗായി വന്നിട്ട് മക്കൾ ആകെ കഷ്ടപ്പെടുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് അവരെന്ത് സെപ്പറേറ്റ് ടൈം ടേബിൾ ചോദിക്കും. അപ്പം എന്നിട്ട് പറയും കുറേ കാര്യങ്ങൾ കൊണ്ട് എനിക്ക് ബ്രേക്ക് വന്നുപോയി, അപ്പോൾ എനിക്കിനി പെൻഡിങ് ആയി, ഞാൻ ഇനി അടുത്ത ബാച്ചിൽ ചേരാം. അടുത്ത ബാച്ചിൽ ചേരുമ്പോഴും ഇതേ സ്റ്റോറി തന്നെ റിപ്പീറ്റ് ചെയ്യാണ്. അപ്പം കുറേ പേരെങ്കിലും അങ്ങനെയാണ്. ആദ്യം ധീര 1.0 ചേർന്നു, അപ്പം ഇങ്ങനെ കുറേ പ്രശ്നങ്ങൾ വന്ന് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. 2.0 ചേർന്നു, അവിടെയും ഇതേപോലെ ലാഗ് വന്നു. ഇനിയിപ്പോൾ അടുത്തത് XPL നോക്കാന്നുള്ള ഇതിൽ നിൽക്കുന്നവരാണ്. സോ എന്തിനാണ് അങ്ങനെ? മക്കൾക്ക് മാക്സിമം സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. ഈ വീട്ടിലെ കാര്യങ്ങളും പിന്നെ ഫാമിലിയിലെ കാര്യങ്ങളൊക്കെ കുറേയൊക്കെ അവരെ അറിയിക്കാണ്ടിരിക്കുക, അവർ സമാധാനമായിട്ട് പഠിക്കട്ടെ. ആൻഡ് ഓൾസോ ഇവർ പഠിക്കുന്ന സമയത്ത് പഠനം മാത്രമല്ല, ദേ ഡീൽ വിത്ത് എ ലോട്ട് ഓഫ് തിങ്സ്. ഭയങ്കര സ്ട്രെസ്സാണ്. കാരണം നല്ല കോമ്പറ്റീറ്റീവ് എക്സാം ആണ്. ഓരോ മോക്ക് എക്സാം കഴിയുമ്പോഴും സ്കോർ ഓർത്തിട്ട് അവർക്ക് നല്ല ടെൻഷൻ ഉണ്ട്. എനിക്ക് കിട്ടുമോ, എൻ്റെ ലാസ്റ്റ് ചാൻസ് ആവുമോ, ഇത് എന്നെ കൊണ്ട് പറ്റുമോ? മെൻ്റൽ ബ്രേക്ക് ഡൗൺസ് ഉണ്ടാവാറുണ്ട്, പ്രഷർ ഉണ്ട്. ചുറ്റുമുള്ളവരൊക്കെ നന്നായിട്ട് കിട്ടുന്നു, എനിക്ക് മാർക്ക് കിട്ടുന്നില്ല എന്നുള്ള പ്രഷർ ഉണ്ട്. പിന്നെ ഫിയർ ഓഫ് ഫെയിലിയർ ഉണ്ട്. അതായത് കിട്ടിയില്ലെങ്കിൽ എന്തായിരിക്കും, എനിക്ക് ഇനിയൊരു ഓപ്ഷൻ ഉണ്ടാവുമോ, എനിക്ക് ഡോക്ടർ ആവാൻ പറ്റുമോ, അല്ലെങ്കിൽ എനിക്കിനി എന്തായിരിക്കും ഓപ്ഷൻ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. സോ all they need is your support. That is, ഒരു പ്രശ്നം വരുമ്പോൾ they should feel like running to you, not running away from you. അതായത് എനിക്ക് പറ്റുന്നില്ല ഈ സ്ട്രെസ്സ് ഹാൻഡിൽ ചെയ്യാൻ, എനിക്ക് എൻ്റെ അച്ഛനെയോ അമ്മേനെയോ കെട്ടിപ്പിടിച്ചോ ഒന്ന് സംസാരിക്കണം, എനിക്ക് എൻ്റെ ബ്രദറിനെയോ സിസ്റ്ററിനെയോ ഒന്ന് അവരുടെ അടുത്തിരുന്ന് എനിക്ക് അവരോടൊന്ന് സംസാരിക്കണം, എൻ്റെ പ്രശ്നങ്ങൾ പറയണമെന്ന് അവർക്ക് തോന്നണം നിങ്ങളുടെ അടുത്തേക്ക് വരാൻ. അതിനുള്ള സിറ്റുവേഷൻ നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം. അത് നമ്മൾ അവരുടെ അടുത്ത് ജെന്യുവൻ ആയിട്ട് മനസ്സ് തുറന്ന് സംസാരിച്ചാൽ, അവരെ മനസ്സിലാക്കുന്നുണ്ടെന്ന് കാണിച്ചാൽ മാത്രമേ അവർ നിങ്ങളുടെ അടുത്തേക്ക് വരുള്ളൂ. അല്ലെങ്കിൽ they will run away from you, they will look for other sources. അവർക്ക് ആശ്വാസം കിട്ടുന്ന മറ്റു സോഴ്സസിലേക്ക് അവർ ഓടിപ്പോകും. സ്ട്രെസ്സ് താങ്ങാൻ പറ്റാണ്ട്, അല്ലെങ്കിൽ ഒന്നും ആരോട് ഷെയർ ചെയ്യാൻ പറ്റാണ്ട്, അത് അവരുടെ മെൻ്റൽ ഹെൽത്തിനെയും ഫിസിക്കൽ ഹെൽത്തിനെയും എഫക്റ്റ് ചെയ്യും. അങ്ങനെയാണ് മാക്സിമം ഒരുപാട് അസുഖങ്ങളും പ്രശ്നങ്ങളും ഒക്കെ വരുന്നത്. അങ്ങനെ കുറേ ബ്രേക്ക് ആവും. അപ്പോൾ അവർ ഹൈലി കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരു എക്സാമിന് വേണ്ടിയിട്ടാണ് പഠിക്കുന്നത്. ആ സീരിയസ്നെസ്സോടു കൂടി നമ്മൾക്കും അവരുടെ ഒപ്പം നിൽക്കാം, അവർക്ക് സപ്പോർട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ പേരൻസ്, ഞാൻ പറയുന്നത് ദയവ് ചെയ്ത് കേൾക്കണം. വീട്ടിലെ ഫങ്ഷൻസ് ആവട്ടെ, യാത്രകളാകട്ടെ, വീട്ടിലെ ജോലികളാകട്ടെ, അതിൽ നിന്നൊക്കെ മക്കളെ കുറച്ച് നാളത്തേക്ക് ഒന്ന് ഒഴിവാക്കുക. നമുക്ക് കുറച്ച് നാളത്തെ കാര്യമല്ലേ ഉള്ളൂ, നമുക്ക് മാനേജ് ചെയ്യാം. അത് കഴിഞ്ഞ് അവരെല്ലാത്തിലും സപ്പോർട്ട് ചെയ്തോളും, അവർ ഹെൽപ്പ് ചെയ്തോളും. അവർ അത്രയും വിഷമിക്കുന്നുണ്ട്, അത്രയും അവർക്ക് പഠിക്കാനുണ്ട്, ഒരുപാട് ലോഡുണ്ട്. ഇനിയിപ്പോൾ റിവിഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്താൽ വീണ്ടും കണ്ടിന്യൂസ് എക്സാംസുകളാണ് വരാൻ പോകുന്നത്, എക്സാം സീരീസ് ഉണ്ട്. ഇതൊന്നും കൂടാതെ നമ്മുടെ ആപ്പിലെ ഫീച്ചേഴ്സ് ആയിട്ടുള്ള AI ഗുരു, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്, ഇൻഫിനിറ്റി പ്രാക്ടീസ് ഒക്കെ ഉണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങൾ അവർക്ക് യൂസ് ചെയ്യാനുണ്ട്, കുറേ എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് അവരുടെ എക്സാമിൻ്റെ പെർഫോമൻസ് അവർക്ക് അനലൈസ് ചെയ്യാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവരെ മനസ്സിലാക്കുക, കൂടെ നിൽക്കുക. നിങ്ങൾ അവരുടെ പേരൻസ് ആണ്. നിങ്ങൾ അവരെ മനസ്സിലാക്കിയെങ്കിൽ പിന്നെ ആരാണ് മനസ്സിലാക്കുക? സോ I hope this was helpful. മക്കൾ ഇപ്പോൾ ഓക്കെ ആയി എന്ന് വിചാരിക്കുന്നു. വിഷിംഗ് യു ഓൾ ദ വെരി ബെസ്റ്റ്. ബൈ.